ഹലോ ഗായ്സ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. നമ്മളെല്ലാം എക്സ്പെക്റ്റ് ചെയ്തിരുന്ന എക്സിറ്റ് പോൾ റിസൾട്ട് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നു. ഏകദേശം എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് നിലവിലുള്ള ഗവൺമെൻറ് തന്നെ ഭരണത്തിൽ തുടരും എന്നാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ നിന്നും ഒരു റിവേഴ്സലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത്. മാർക്കറ്റ് 23,000 ടച്ച് ചെയ്ത ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 500 പോയിന്റോളം താഴെ വന്നിട്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെക്ഷനിൽ 22,530 മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 ദിവസവും മാർക്കറ്റിൽ ഒരു റെഡ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ നമ്മൾ കഴിഞ്ഞ അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ഒന്നും പറഞ്ഞിരുന്നില്ല, കാരണം മാർക്കറ്റ് ഇപ്പോഴും ഒരു ഇൻഡിസിഷൻ ആയിട്ടുള്ള ഒരു വളരെ വാളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ട്രേഡാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ അനലൈസിൽ പറയാവുന്നതുപോലെ ട്രേഡിംഗ് പ്ലാനൊന്നും ചെയ്തിരുന്നില്ല. നാളെയും നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രേഡിംഗ് പ്ലാനൊന്നുമില്ല. നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പ്രീവിയസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ 2019 എക്സിറ്റ് പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒരു 2000 മുകളിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു 2000 ഓളം മാർക്കറ്റ് റാലിയാണ് അപ്പ് സൈഡിലേക്ക് കഴിഞ്ഞ എക്സിറ്റ് പോൾ റിസൾട്ട് വന്ന ഉടനെ മാർക്കറ്റിൽ കണ്ടത്. സോ അതുപോലെ തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത്. ഏകദേശം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 23,000 മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് അതൊക്കെ പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ട്രേഡിംഗ് സെക്ഷനിൽ ഞാൻ പ്ലാൻ ചെയ്ത ഒരു ട്രേഡിനെ കുറിച്ച് പറയാം. നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ചാർട്ട് ഒരു സെയിം പാറ്റേണിലാണ്. സോ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ആയതുകൊണ്ടുള്ള ഒരു ട്രേഡാണ് ഞാൻ കഴിഞ്ഞ ഇതിൽ പ്ലാൻ ചെയ്തത്. അതായത് മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസം നോക്കുകയാണെങ്കിൽ ഗ്യാപ്പ് അപ്പ്, ഇവിടെ ഗ്യാപ്പ് ഡൗൺ, ഇവിടെ ഗ്യാപ്പ് ഡൗൺ, ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഒരു ബൈയിങ്ങിലേക്ക് ചെറിയൊരു ബൈയിങ് സിഗ്നൽ തന്ന് പിന്നെ അവിടെ നിന്ന് ഒരു റിവേഴ്സലാണ് മാർക്കറ്റ് കാണിച്ചത്. ഒരു സെല്ലിംഗ് സൈഡിലേക്ക് പോകും, പിന്നെ അവിടെ നിന്ന് ഒരു കൺസോളിഡേഷൻ നടത്തിയിട്ട് അവിടെ നിന്ന് ചെറിയൊരു ബൈയിങ് സൈഡിലേക്ക് മൂവ് ചെയ്ത് പിന്നെ സെല്ലിംഗ് സൈഡാണ്. സോ കഴിഞ്ഞ ട്രേഡിംഗ് സെക്ഷനിൽ ഞാനൊരു പ്ലാൻ ചെയ്തത് എവിടെ എന്ന് വെച്ചാൽ മാർക്കറ്റ് ബൈയിങ് സൈഡ് പോയി റിവേഴ്സലായിട്ട് ഇവിടെ കുറേ നേരം കൺസോളിഡേഷൻ ചെയ്തിട്ട് സാധാരണ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പുള്ള ചാർട്ട് നിങ്ങൾക്ക് നോക്കാം, ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ കിട്ടിയിട്ട് ഉടനെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ് ഇവിടെ കാണിച്ചത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ദിവസം മുമ്പും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബൈയിങ് സൈഡ് മാർക്കറ്റ് പോയി ഷാർപ്പായിട്ട് റിക്കവറി. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതേപോലെ തന്നെ മാർക്കറ്റ് സെല്ലിങ്ങിലേക്ക് വന്നു, ഇവിടെ ഒരു കൺസോളിഡേഷൻ നടത്തിയിട്ട് വീണ്ടും ഒരു സെല്ലിംഗ് സൈഡ് വന്നു, വീണ്ടും ബൈയിങ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു സെല്ലിങ് നമ്മൾ അവിടെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസവും മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും സെല്ലിങ്ങിലേക്കാണ് മാർക്കറ്റ് പോയത്. പക്ഷേ ഇവിടുന്ന് ഈ ഒരു പ്രീവിയസ് സ്വിങ് ഹൈ ഇവിടെ നിങ്ങൾക്ക് ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു സ്വിങ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്ക് പോകുമ്പോഴാണ് ഒരു ട്രേഡ് എടുത്തത്. ആ ട്രേഡിൽ ഒരു 30 പോയിന്റോളം ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ നമ്മൾ അതുമാത്രമല്ല പല കാരണങ്ങളും. ഒന്ന്, നമ്മൾ കോൾ ഓപ്ഷനിൽ നോക്കുകയാണ്. കോൾ ഓപ്ഷനിൽ വളരെ അധികം പ്രീമിയം കൂടിയിട്ടുണ്ട്. സോ കഴിഞ്ഞ പ്രാവശ്യം 400 മുകളിലാണ് പ്രീമിയം ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല ഈ ഒരു കഴിഞ്ഞ വീക്കിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെക്ഷനിൽ ബാങ്ക് നിഫ്റ്റിയും കുറച്ച് സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് സെല്ലിങ്ങിന് പകരം മാർക്കറ്റ് ഒരു റൗണ്ട് കൂടി ബൈയിങ് സൈഡിലേക്ക് പോയി. ഏകദേശം ഡേ ഹൈൻ്റെ അടുത്ത് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡാണ് നമ്മൾ എടുത്തിരുന്നത്. സോ അത് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ അത് ഇവിടെ ഒരു റിവേഴ്സൽ ട്രേഡാണ് എടുത്തത്. സോ 2 ട്രേഡും സക്സസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഇതുപോലെ നമ്മൾ സാധാരണ പ്ലാൻ ചെയ്യുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞു നമ്മുടെ ശരിക്കും ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ ഒരു നോർമൽ ആകുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്ത് തന്നെ ട്രേഡ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പ്രൈസ് ആക്ഷൻ നോക്കി മാർക്കറ്റ് ഏത് സൈഡാണ് മൂവ് ചെയ്യുന്നത് ആ സൈഡിനനുസരിച്ച് മറ്റുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. അതിൻ്റെ കൂടെ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ട്രേഡ് പ്രൈസ് ആക്ഷൻ നോക്കി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ
ഉറപ്പായിട്ടും ഏറ്റവും ബെസ്റ്റ് ബൈയിങ് സൈഡ് തന്നെയാണ്. പക്ഷേ ബൈയിങ് സൈഡ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചില ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് ഒക്കെ ചിലപ്പോൾ മാർക്കറ്റിൽ കാണിച്ചെന്ന് വരാം. കാരണം എല്ലാവരും നാളെ എക്സ്പെക്ട് ചെയ്യുക ബൈയിങ് സൈഡ് തന്നെ ആയിരിക്കും. കാരണം ആരും പുട്ട് ബൈ ചെയ്യില്ല, എല്ലാവരും കോള് ബൈ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും നാളെ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ട്രാപ്പായി പോകാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ മാർക്കറ്റ് അവോയ്ഡ് ചെയ്ത് ഇലക്ഷന് ശേഷം മാർക്കറ്റ് നോർമലായിട്ട് വന്നതിന് ശേഷം മാത്രം ട്രേഡിലേക്ക് ഇറങ്ങിയാൽ മതി. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. ചൊവ്വാഴ്ച മാർക്കറ്റിൽ ഇലക്ഷൻ റിസൾട്ടൊക്കെ വരും. അതിനുശേഷം മാർക്കറ്റ് നോർമൽ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നോർമൽ മാർക്കറ്റിൽ നമുക്ക് പ്രൈസ് ആക്ഷനൊക്കെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിവേ നാളെ ട്രേഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ബൈയിങ് സൈഡ് തന്നെയാണ് ഏറ്റവും നല്ലത് ട്രേഡിങ്, കാരണം അത് തന്നെയാണ് പോസിബിലിറ്റി കൂടുതൽ. പക്ഷേ ട്രാപ്പായി പോവാതിരിക്കാൻ നോക്കുക. സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.